ഹായ് ഓൾ, നമ്മളപ്പോൾ നോക്കാൻ പോകുന്നത് 2023 നടന്ന ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പം 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ആദ്യം തൊട്ടുള്ള ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റാണ് വീഡിയോ ചെയ്യുന്നത്. ഒരു സെറ്റ് വീഡിയോ 2015 ചെയ്തിട്ടുണ്ട് 100 ക്വസ്റ്റ്യൻസ്. ഇത് രണ്ടാമത്തെ സെറ്റാണ്. 41ാമത്തെ ആയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം തൊട്ട് കാണണമെങ്കിൽ വീഡിയോയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. ആ ഒരു സിലബസ് വൈസ് അത് തന്നെയാണ്. എല്ലാം എന്തായാലും കോമൺ എക്സാം ആയിരിക്കും. ടൈപ്പിസ്റ്റിനും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനും സ്റ്റെനോഗ്രാഫറിനും എല്ലാം കോമൺ ആയിട്ട് ഒരു എക്സാം ആയിരിക്കും ഉള്ളത്. നോട്ട്സ് ആൻഡ് PDF ആയിട്ട് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ സെർച്ചിനകത്ത് എക്സാം ഫോക്കസ് ബോക്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ സാധിക്കും. അതിൽ ജോയിൻ ചെയ്യുക. ഇതിനകത്ത് ഡെയിലി നോട്ട്സ് ഇടാറുണ്ട്. വീക്കെൻഡിൽ ഒരു ചെറിയൊരു എക്സാമും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് എക്സാം എഴുതുന്നവർക്ക് നമ്മുടെ FB ഗ്രൂപ്പിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സിലബസ് വൈസ് ഇടാറുണ്ട്. എക്സാം എഴുതുന്നവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ട്രോജൻ ഹോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ട്രോജൻ ഹോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ മലീഷ്യസ് സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. മലീഷ്യസ് സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ട്രോജൻ ഹോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ ഫോർ വ്യൂവിംഗ് സ്ലൈഡ്സ് ഫ്രം ബിഗിനിങ് ഓഫ് പ്രസൻറ്റേഷൻ. ഷോർട്ട് കട്ട് കീ ഫോർ വ്യൂവിംഗ് സ്ലൈഡ്സ് ഫ്രം ബിഗിനിങ് ഓഫ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനിലെ ബിഗിനിങ്ങിൽ സ്ലൈഡ്സ് വരുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ്. ഓപ്ഷൻ നോക്കാം. F3, F5, F7, F11. F3, F5, F7, F11. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി F5 ആണ്. F5. 43ാമത്തെ ക്വസ്റ്റ്യൻ, SCSI stands for. SCSI stands for. ഓപ്ഷൻ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർകണക്ട്, സീരിയൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്, സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്, സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർകണക്ട്, സീരിയൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്, സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്, സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് അലോസ് ടു സെൻഡ് ടെലിഫോൺ കോൾസ്, അതായത് വോയിസ് ഡേറ്റ യൂസിങ് സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഡാഷ് അലോസ് ടു സെൻഡ് ടെലിഫോൺ കോൾസ് യൂസിങ് സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഇൻ്റർനെറ്റിലൂടെ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതാണ് ആ പ്രോട്ടോക്കോൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. SMTP, SMTP, FTP, FTP, VoIP, VoIP, POP, POP. ഇതിൻ്റെ ആൻസർ വരുന്നത് VoIP ആണ്. ഓപ്ഷൻ സി VoIP. VoIP എന്ന് വെച്ചാൽ വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. വോയിസിലൂടെ ഇൻ്റർനെറ്റിൽ പരമായിട്ട് നമുക്ക് കോൾ വിളിക്കുന്നതിനെയാണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ, പിങ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു. പിങ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു. പിങ് കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ടു ടെസ്റ്റ് എ ഹാർഡ് ഡിസ്ക് ഫോൾട്ട്, ടു ടെസ്റ്റ് എ ഹാർഡ് ഡിസ്ക് ഫോൾട്ട്, ടു ടെസ്റ്റ് എ ബഗ് ഇൻ ആപ്ലിക്കേഷൻ, ടു ടെസ്റ്റ് എ ബഗ് ഇൻ ആപ്ലിക്കേഷൻ, ടു ടെസ്റ്റ് എ ഡിവൈസ് ഓൺ നെറ്റ്വർക്ക്, ടു ടെസ്റ്റ് എ ഡിവൈസ് ഓൺ നെറ്റ്വർക്ക്. നൺ ഓഫ് ദി എബോവ്. ഇതിലേതാണ് പിങ് കമാൻഡ് എന്നാണ്. ഓപ്ഷൻ സി ആണ്. ടു ടെസ്റ്റ് എ ഡിവൈസ് ഓൺ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൽ ഉപകരണം പരീക്ഷിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഒരു പിങ് കമാൻഡ് എന്ന് പറയുന്നത്.
ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് പിൻ കമാൻഡ് ICMP എന്ന് പറയും. ICMP അതായത് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. അതുവഴിയാണ് ഒരു പിൻ കമാൻഡൊക്കെ കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 46ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ ഹെൽപ്പ് ഇൻ MS Excel ആപ്ലിക്കേഷൻ? വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ ഹെൽപ്പ് ഇൻ MS Excel ആപ്ലിക്കേഷൻ? MS Excel ആപ്ലിക്കേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കീ ഏതാണ്? ഹെൽപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കീ ഏതാണെന്നാണ് ഓപ്ഷൻ നോക്കാം. F2, F1, F3, F5. F2, F1, F3, F5. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി F1. 47ാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് ഫേംവെയർ. എക്സാമ്പിൾ ഓഫ് ഫേംവെയർ. ഫേംവെയറിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ഓപ്ഷൻ നോക്കാം. റാൻസം വെയർ, വേർഡ് പ്രോസസ്സർ, വാട്സപ്പ്, ബയോസ്. റാൻസം വെയർ, വേർഡ് പ്രോസസ്സർ, വാട്സപ്പ്, ബയോസ്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ബയോസ് ആണ്. എന്താണ് ഈ ഫേംവെയർ എന്ന് പറഞ്ഞാൽ? ഫേംവെയർ അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ റൂമിലൊക്കെ സ്ഥിരമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തൊക്കെ വെക്കും. ആ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് പ്രൈമറി മെമ്മറി ഡിവൈസ്? വിച്ച് വൺ ഈസ് ദ പ്രൈമറി മെമ്മറി ഡിവൈസ്? ഇതിലേതാണ് പ്രൈമറി മെമ്മറി ഡിവൈസ് ഏതാണെന്നാണ് ഓപ്ഷൻ. റോം, ഫ്ലോപ്പി ഡിസ്ക്, DVD റോം, HDD. റോം, ഫ്ലോപ്പി ഡിസ്ക്, DVD റോം, HDD. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ റോം ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് റാം ഈസ്. ദ വേർഡ് റാം ഈസ്. ഇത് ഒരുപാട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റാമും റോമും ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. റീഡ് അസസ് മെമ്മറി, റാൻഡം അസസ് മെമ്മറി, റാൻഡം അരിത്തമെറ്റിക് മെമ്മറി, റീഡ് അരിത്തമെറ്റിക് മെമ്മറി. റീഡ് അസസ് മെമ്മറി, റാൻഡം അസസ് മെമ്മറി, റാൻഡം അരിത്തമെറ്റിക് മെമ്മറി, റീഡ് അരിത്തമെറ്റിക് മെമ്മറി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റാൻഡം അസസ് മെമ്മറി. റാൻഡം അസസ് മെമ്മറി.